പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വീണ്ടും രക്തകലുഷിതമാവുകയാണ് കശ്മീർ. കുപ്വാരയിൽ ഭീകരരുടെ വെടിയേറ്റ സാമൂഹിക പ്രവർത്തകനാണ് ഒടുവിൽ ജീവൻ നഷ്ടമായത്. 45-കാരനായ ഗുലാം റസൂൽ മാഗ്രിയെ കൊലപ്പെടുത്തിയ ഭീകരരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ രാത്രി മാഗ്രിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കശ്മീരിൽ 3 ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാ സേന തകർത്തു. ബന്ദിപുര, പുൽവാമ, ഷോപ്പിയാൻ എന്നിവിടങ്ങളിലാണ് വീടുകൾ തകർത്തത്. അതേസമയം പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്ക് സഹായം നൽകിയവരെ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു. കശ്മീർ സ്വദേശികളായ 15 പേരുടെ സഹായമാണ് ഭീകരർക്ക് ലഭിച്ചത്. ഇതിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ ഫോണുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇന്നും തുടർന്നു. റാംപൂർ, തുട്മാരി സെക്ടറുകളിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. പാക് അധീന കശ്മീരിൽ വെള്ളപ്പൊക്കമുണ്ടായതോടെ ഹട്ടിൻബാല ജില്ലകളിൽ ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ധലം നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞുപോകാൻ പാക് സർക്കാർ നിർദ്ദേശം നൽകി. ഉറി അണക്കെട്ട് മുന്നറിയിപ്പ് നൽകാതെ ഇന്ത്യ തുറന്നതാണ് വെള്ളമുയരാൻ കാരണമെന്ന് പാകിസ്ഥാന്റെ ആരോപണം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.